ഗൈസ്, ദീപാവലിയായിട്ട് എന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ കാപ്പി കഴിച്ചിട്ട് ഉച്ചയ്ക്കായിട്ടുള്ള ഫുഡിന് വെയിറ്റിംഗ് ആണ്. അമ്മ ഇന്ന് ബീഫ് ബിരിയാണിയാണ് ഉണ്ടാക്കിയേക്കുന്നത്. എന്നെ പോലത്തെ തട്ടിക്കൂട്ട് മട്ടൻ ബിരിയാണി ഒന്നുമല്ല, നല്ല കിടിലം ബീഫ് ബിരിയാണിയാണ്. അമ്മ ബിരിയാണി വെക്കാൻ എക്സ്പേർട്ടാണ്. കൊറോണ ടൈമിലാണ് അമ്മ ബിരിയാണി വെച്ച് പഠിച്ചത്. അതിന് മുന്നേ ഫ്രൈഡ് റൈസും ചിക്കനും ഒക്കെ ആയിരുന്നു. ഇവിടെ ആവിയൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ബിരിയാണി ചൂടോടെ കഴിക്കുമ്പോഴത്തേക്ക് കിട്ടുന്ന ഒരു ടേസ്റ്റ്, എൻ്റെ അമ്മേ. ബിരിയാണി എന്ന് വെച്ചാൽ മിക്കവർക്കും വികാരമായിരിക്കും. അതേപോലെ എനിക്കും ഭയങ്കര വികാരമാണ്. അത് ഹോട്ടലിൽ നിന്ന് വെച്ചാലും വീട്ടിലുണ്ടാക്കുന്നതായാലും ബീഫ് ബിരിയാണി ആയാലും മട്ടൻ ബിരിയാണി ആയാലും ചിക്കൻ ബിരിയാണി ആയാലും. പ്രത്യേകിച്ച് അത് മാത്രമല്ല, എൻ്റെ പരീക്ഷണങ്ങൾക്കൊടുവിൽ കുറച്ച് ദിവസം കഴിഞ്ഞാണല്ലോ ഞാൻ അമ്മയുടെ ബിരിയാണി കഴിക്കുന്നത്. അതിൻ്റെ ഒരു ത്രില്ലും ഉണ്ട്. നല്ല ചൂട് ബിരിയാണി, നല്ല തണുത്ത സലാഡും കൂടെ ആകുമ്പോഴത്തേക്കും അയ്യോ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അമ്മയെ സൈഡിൽ ഇരിപ്പോണ്ട് ആശേട്ടനകത്തിരുന്ന കഴിക്കുന്നത്. എനിക്കൊന്ന് പ്രകൃതി സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് കഴിക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ വെളിയിൽ വന്നിരുന്നു. ബിരിയാണി കഴിച്ചതും എന്താ നല്ല മഴ തുടങ്ങി. ദീപാവലിയായിട്ട് പടക്കമൊന്നും വാങ്ങിച്ചില്ല. ഉണ്ണിമായ്ക്ക് പനി പിടിച്ചു, ആശേട്ടനാണെങ്കിൽ വർക്കിന് പോയി. സോ വിളക്ക് കത്തിച്ചിട്ട് ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുകയാണ്. എല്ലാവർക്കും ഹാപ്പി ദീപാവലി.